ഹായ് ക്രിയേറ്റേഴ്സ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുതിയൊരു റൂള് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈ ഒരു റൂള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനെതിരായിട്ട് നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെടാം. അതുപോലെ നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ എന്താണ് ഈ ഒരു റൂൾ എന്നുള്ളത് എല്ലാ ക്രിയേറ്റേഴ്സും ഏത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നവരായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 3 hour റൂൾ എന്ന് വിളിക്കാം. അതായത് നമ്മൾ എന്തെങ്കിലും പോളിസി വയലേഷൻ ഉള്ളൊരു വീഡിയോ ചെയ്തു, ഗവൺമെന്റ് പോളിസിക്കെതിരായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു AI ഉപയോഗിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പൊ AI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഗവൺമെന്റ് പോളിസിക്കെതിരായിട്ട് ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, നടക്കാത്ത കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെയെങ്കിൽ ഗവൺമെന്റിന് അത് നമ്മുടെ വീഡിയോ നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സാധാരണ 36 മണിക്കൂർ സമയം സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിന് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 36 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ നീക്കം ചെയ്താൽ മതി. എന്നാൽ ഇനി മുതൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ യൂട്യൂബ് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിന് തന്നെ ഭീഷണി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ഗവൺമെന്റ് നൽകിയിട്ടുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷ ആ ഒരു ഇത് ഒഴിവാകുന്നതാണ്. നമുക്ക് അതിനേക്കാളുള്ള 8ന്റെ പണിയാണ്. അതായത് നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്യപ്പെടാം. പിന്നെ ചാനൽ പോകുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികൾ ഒരു പക്ഷെ നേരിടേണ്ടി വന്നേക്കാം. രണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്രിയേറ്റേഴ്സ് രാജ്യത്ത് വരുന്ന ഇങ്ങനെയുള്ള റൂൾസിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുപോലെ റിയൽ അല്ലാത്ത കാര്യങ്ങൾ റിയൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്യാതിരിക്കുക. AI ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ റൂള് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ യെസ് കൊടുക്കേണ്ട റൂള് അത് പലരും ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ നിങ്ങളൊരു പൊളിറ്റിക്കൽ സാറ്റയർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ഒറിജിനൽ രീതിയിലാണെങ്കിൽ ആൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടുന്നതാണ്. ഈ ഒരു റൂള് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ റിമൂവ് ആകുന്നതും അതുപോലെ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്ങൾ, ഗ്രാഫിക്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടുക, ചെറിയ ചെറിയ എഫക്റ്റുകൾ, സൗണ്ട് എഫക്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആൾട്ടേർഡ് കണ്ടന്റ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ആൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നടക്കാത്ത കാര്യം നടന്നു, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ ആ ഒരു AI ആൾട്ടേർഡ് കണ്ടന്റ് നിങ്ങൾ യെസ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു റൂള് വരുന്നത് February 20 മുതലാണ്. അപ്പൊ ഈ ഒരു റൂൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. അതുപോലെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ഒരു നിർദ്ദേശമാണ് ഗവൺമെന്റിന്റെ. 3 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളിത് അവർ നിർബന്ധം പറയാണ്, നിങ്ങൾ അതിൽ റിമൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും കടുത്ത ആക്ഷനുകൾ എടുക്കാം. അപ്പോൾ ഈ ഒരു നിയമം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.